പത്തനംതിട്ട ഇലന്തൂരിലെ പാടശേഖരങ്ങളിൽ ഇന്ന് കപ്പ കൃഷി വ്യാപകമാവുകയാണ്. നെൽകൃഷിയും മറ്റ് കൃഷികളും നഷ്ടമായതോടെ ഇവിടുത്തെ കർഷകർ മറ്റ് പല കൃഷികളും പരീക്ഷിച്ച് അവസാനം കപ്പ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. വർഷത്തിൽ 365 ദിവസവും കപ്പ വിളവെടുക്കുന്നു എന്നതും ഇലന്തൂരിലെ കപ്പ കൃഷിയെ വ്യത്യസ്തമാക്കുന്നു. സാധാരണ രീതിയിൽ നമുക്ക് കൃഷിയിൽ വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വിളവെടുത്തതിന് ശേഷം പിന്നെ 6 അല്ലെങ്കിൽ ഒരു 9 മാസം കഴിഞ്ഞാണ് അടുത്ത വിളവ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ 365 ദിവസവും ലഭിക്കുന്ന ഒരു വിളവിനെ കുറിച്ചാണ് നമുക്ക് ഈ പറയാനുള്ളത്. അത് കപ്പയിലാണ് ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് ഒരു ചരിത്രം രചിക്കുന്നത്. നമ്മളോടിപ്പം ചേരുന്നത് ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സാം ചെമ്പകത്തിലാണ്. 365 ദിവസവും കപ്പ ലഭിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. ഇവിടെ ഇലന്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ടതായ ഈ ഭൂപ്രദേശത്ത്, ഈ പാടശേഖരത്തിൽ 365 ദിവസവും കപ്പ വിളവെടുക്കുന്നു. ഒട്ടേറെ ആളുകൾ, പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ ആളുകൾ ഇവിടെ വന്ന് കപ്പ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇപ്പം ഇലന്തൂർ തന്നെ കപ്പയുടെ ഒരു ഗ്രാമമായിട്ട് മാറുകയാണ്. നല്ലൊരു വിപണിയും ഇലന്തൂരിൽ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, 10,000 ഏക്കർ സ്ഥലത്ത് ഇവിടെ കപ്പ വിളയിക്കുന്നുണ്ട്. അതിൽ 6,000 ഏക്കർ സ്ഥലവും 3 കർഷകർ ചേർന്നാണ്. അവർ പാട്ടത്തിനടുത്ത ഭൂമിയുണ്ട്, അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമി എല്ലാം കൂടെ ചേർത്ത് 6,000 ഏക്കർ സ്ഥലത്ത് 3 കർഷകർ ഒരുമിച്ച് കൃഷി ചെയ്യും. ബാക്കി 4,000 ഏക്കർ സ്ഥലത്ത് മറ്റു പല ആളുകൾ കൃഷി ചെയ്യുന്നു. മൊത്തം 16 ഏക്കർ സ്ഥലമാണ്. 20,000 മൂട് കപ്പ 9 മാസം ഒരു സീസണിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഒരു മൂട് കപ്പയ്ക്ക് 100 രൂപ വില വെച്ചാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഒരു കാലഘട്ടത്തിൽ കാർഷിക സമൃദ്ധമായ ഒരു നാടായിരുന്നു ഇലന്തൂര്. എന്നാൽ അതിൽ നിന്നും കുറെ കാലം കൃഷിയിൽ നിന്നും അന്യം നിന്നുപോയി. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ നഷ്ടമായി. പിന്നീട് പച്ചക്കറിയിലേക്കൊക്കെ വന്നുവെങ്കിലും കർഷകർക്ക് വേണ്ട വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇലന്തൂർ ജില്ലയിലെ ഈ ഭൂപ്രദേശത്ത് കപ്പയിലേക്ക് മടങ്ങി വന്ന് കർഷകർക്ക് വലിയ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഒരു വലിയ വിപണിയൂടെ, അതായത് ഒരു വിപണി, ഒരു മാർക്കറ്റ് ഇവർക്ക് ലഭിച്ചാൽ കുറെ കൂടി നമുക്ക് ഇലന്തൂരിൻ്റെ പ്രദേശങ്ങളിൽ കുറെ കൂടി കപ്പ വിളയിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കപ്പ കൃഷി ചെയ്യുവാൻ കഴിയും. അത്തരത്തിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ സാധാരണഗതിയിൽ ഇപ്പോൾ കപ്പയുടെ വിളവെടുത്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉടൻ തന്നെ അടുത്ത വിളവ് കിട്ടുക എന്നുള്ളൊരു സംശയമുണ്ട്. അതിനെ കൂടി എങ്ങനെ? ഇപ്പോൾ 9 മാസമാണ് ഒരു കപ്പയുടെ വിളവ്, അതായത് അതിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് 9 മാസമാണ്. അപ്പൊ ഇതെല്ലാം ഈ പ്രദേശത്തെല്ലാം നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ ഈ 9 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് കൃഷി അങ്ങോട്ട് പ്രായമാകുമ്പോഴത്തേന് അടുത്തത് ഇട്ട് കഴിയും, ഒരു പകുതി വളർച്ച എത്തിക്കഴിയും. പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ്? പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് വെള്ളക്കെട്ടിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ അവരെ ഏതൊക്കെ വിധത്തിൽ കർഷകരെ നല്ലൊരു മാർക്കറ്റ്, വിപണി കണ്ടെത്തി ഇവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ള ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള കപ്പയാണ് നമുക്ക്? കപ്പ നമ്മള് കറുത്ത ബ്ലോക്ക് പുല്ലാടൻ കപ്പ എന്ന് പറയും. അതാണ് ഏറ്റവും നല്ലത്, കഴിക്കാൻ നല്ല രുചിയുള്ള കപ്പയാണ്. ഇന്ന് വരുന്നവർ നാളെ ഇന്നും വന്നുകൊണ്ടിരിക്കും. അവർ നമ്മളിപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറിച്ചു കൊടുക്കുന്നില്ല, അവർ പറിച്ചുകൊണ്ട് പോവുക. അപ്പോൾ കപ്പ അതങ്ങോട്ട് തീരുമ്പോഴത്തേ അടുത്ത കപ്പ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അടുത്ത സൈറ്റ് കിടക്കുകയാണ്. ഇങ്ങനെ ഇപ്പം നമുക്കൊരു 7 കൂട്ടരാണ് കപ്പ പറിക്കാൻ, ചില്ലറ കച്ചവടക്കാർ, നമ്മൾ സാധാരണ ആൾക്കാർ. അവർ വന്ന് കുറേശ്ശെ പറിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഒരു കൂട്ടരെ ഇപ്പം ഇവിടെ തീർന്നു, ഇനി അടുത്ത കൂട്ടരെ അങ്ങോട്ട് വിടുവാണ്, വേറൊരു കൂട്ടരെ ഇവിടോട്ട് കയറ്റുവാണ്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതാ. അപ്പൊ 365 ദിവസം കപ്പയുണ്ട്. വിളവായിട്ട് മറ്റേ എന്തൊക്കെയാണ്? വാഴ കുറച്ചേ വെക്കത്തുള്ളൂ. വാഴ വെച്ചാൽ നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് നഷ്ടമാണ്. ഞങ്ങൾ പറഞ്ഞ പടവലും പാവലും പയറും വാഴയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഇതാണ് കപ്പ. ഞങ്ങളൊരു 16 വർഷമായിട്ട് കപ്പ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ചെലവും അതിന്റെ ലാഭങ്ങളും? ഇത് ചെലവ് എന്ന് പറഞ്ഞാൽ ഇത് ചെലവ് കൂടുതലാണ്. വളത്തിനൊക്കെ അന്യായം പിടിച്ച വിലയാണ് ഇപ്പം. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കൂലി അടങ്ങണം എന്നുള്ളേ ഉള്ളൂ. നമ്മൾ രാവിലെ ഒരു 3 മണിക്കൂറത്തെ പണി, ഉച്ച കഴിഞ്ഞ് ഒരു 2.5 മണിക്കൂറത്തെ പണി, ഇത്രയും ജോലിയെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ആ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളുടെ പണി നമ്മൾ ചെയ്യും. അപ്പൊ ഇത് ആവശ്യമുള്ള കർഷകർ എവിടെയാണ് എത്തേണ്ടത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ? ഞങ്ങൾക്ക് മേടിക്കാൻ ഈ സൈറ്റ് വരും. അവര് നമ്മളെ തിരക്കി ഇഞ്ഞ് വരുമല്ലയോ. നമ്മൾ വരുമ്പോഴേ നമ്മളെ എല്ലാവർക്കും അറിയാം.
അപ്പം എലന്തൂർ ഇവിടെ വന്നാൽ അന്വേഷിക്കുമ്പോൾ എന്റെ പേര് സോമരായനാണ്. സോമരായൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം എല്ലാവർക്കും. അപ്പൊ അവര് വരുക, അവിടെ വരാം. അപ്പൊ ഇന്നപ്പോ സമയത്ത് കടയിൽ ചോദിക്കും, ഇന്നപ്പോ 11 മണി കഴിഞ്ഞാൽ പിന്നെ ആൾ പോയി കാണുക, ഇനി 3 മണി കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെ കപ്പയ്ക്ക് ആവശ്യക്കാരാണ്, കപ്പ കൊടുക്കുകയാണ്. ഓരോ തറ വീതം നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ തീർത്ത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. 20,000 കപ്പയുണ്ട് മൊത്തത്തില്. ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് 13,000 മൂട് കപ്പയുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ അയൽവക്കത്തുള്ള ഇതെല്ലാം കൂടാണ് ബാക്കിയുള്ള കണക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. കപ്പയ്ക്ക് വേണ്ടിയുള്ള ഒരു തനിമ ഒരു സൃഷ്ടിക്കുകയാണ് ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഈ സമീപ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി 365 ദിവസത്തോളം കപ്പ ലഭിക്കുന്ന ഒരു ഗ്രാമമായി മാറ്റാനാണ് പഞ്ചായത്തും കാർഷിക കൂട്ടായ്മയും മുന്നോട്ട് വരുന്നത്. ഇലന്തൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. മായം കലരാത്ത സ്നേഹം, മനം നിറഞ്ഞ ആരോഗ്യം. പ്രായത്തെ ജയിക്കാൻ പ്രകൃതിയുടെ കൂട്ടുമായി ഡോക്ടർ ഫുഡിന്റെ ഡയറ്റ്ലെസ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.